നമസ്കാരം. പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. പീച്ചി ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ സാമാന്യം നല്ല രീതിയിൽ മഴ ലഭിച്ചതിനാൽ ഡാമിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ച് ജലനിരപ്പ് ഉയർന്നതിനാൽ പീച്ചി ഡാം തുറന്നു. പീച്ചി ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ സാമാന്യം നല്ല രീതിയിൽ മഴ ലഭിച്ചതിനാൽ ഡാമിലേക്ക് നീരൊഴുക്ക് തുടരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായാണ് വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ KSEB ചെറുകിട വൈദ്യുതി ഉൽപാദന നിലയം റിവേഴ്സ് ലൂയിസ് വഴി വെള്ളം തുറന്നുവിട്ടത്. മണലി, കരുവന്നൂർ പുഴകളിൽ നിലവിലെ ജലനിരപ്പിൽ നിന്നും പരമാവധി 20 സെന്റിമീറ്റർ കൂടി ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പീച്ചി ഡാമിലെ ജലനിരപ്പിന്റെ തോത് ഓരോ മണിക്കൂർ ഇടവേളകളിലും ഇറിഗേഷൻ വിഭാഗം പരിശോധിക്കും. പോയ വാരത്തിലാണ് ഏവരെയും സങ്കടത്തിലാക്കി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയ യുവാവ് മരിച്ചത്. ഹെർണിയയ്ക്ക് ഓപ്പറേഷനു വേണ്ടിയാണ് വെള്ളിയാഴ്ച പകൽ 8-ന് അനസ്തേഷ്യ നൽകിയത്. തുടർന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയ സനീഷിന് ഹൃദയാഘാതമുണ്ടായി. ഗുരുതരാവസ്ഥയിലായ ഇയാളെ പകൽ 10-ഓടെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ ചികിത്സയിലിരിക്കെ 11-ഓടെയാണ് മരണം സംഭവിച്ചത്. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പൗർണമിയാണ് ഭാര്യ. പുതുക്കാട് പ്രദേശത്തെ ജനങ്ങളുടെ സ്വപ്നമായിരുന്ന സിഗ്നൽ ജംഗ്ഷനിലെ മേൽപ്പാല നിർമ്മാണത്തിനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു. 570 കോടി രൂപ ചെലവഴിച്ചാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. ദേശീയപാതയ്ക്ക് സമീപത്ത് കുഴിയെടുത്ത് മണ്ണിന്റെ ഉറപ്പ് പരിശോധിക്കുന്ന നടപടികൾ ആരംഭിച്ചു. ഹരിയാന ആസ്ഥാനമായ ധരിവാൾ ബ്യൂൾടെക് കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. 2 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് കരാർ. 570 കോടിയാണ് പ്രതീക്ഷിക്കുന്ന നിർമ്മാണ ചിലവ്. അപകടങ്ങൾ പതിവായ പുതുക്കാട് സെന്ററിൽ മേൽപ്പാലം വേണമെന്ന ആവശ്യത്തിന് 13 വർഷങ്ങളുടെ പഴക്കമുണ്ട്. പുതുക്കാട് സിഗ്നൽ പരിസരത്ത് 26 പേർ അപകടങ്ങളിൽ മരിച്ചു. 8 വർഷം മുൻപ് ദേശീയപാതയിലെ ഏറ്റവും അപകടം കൂടിയ പ്രദേശമായിരുന്നു പുതുക്കാട് സിഗ്നൽ ജംഗ്ഷൻ. അന്ന് ബ്ലാക്ക് സ്പോട്ടിലും ഉൾപ്പെട്ട പ്രദേശമായിരുന്നു ഇത്. സിഗ്നൽ ജംഗ്ഷനിൽ പ്രതിദിനം 4000 പേർ ദേശീയപാത മുറിച്ചു കടക്കുന്നു എന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ കണക്ക്. ഇവിടെ മേൽപ്പാലം വേണമെന്ന ആവശ്യത്തിന് നിരവധി പ്രക്ഷോഭങ്ങൾ അരങ്ങേറി. നിരവധി നിവേദനങ്ങളും അധികൃതർക്ക് നൽകി. ഹൈക്കോടതി പോലും ഇവിടെ അടിപ്പാത അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടി. സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തതും തർക്കങ്ങളും മേൽപ്പാലത്തിന് തടസ്സമായി. NHAയും സംസ്ഥാന സർക്കാരും പരസ്പരം പഴിചാരി തർക്കങ്ങൾ നീണ്ടെങ്കിലും അടിപ്പാതയോ മേൽപ്പാലമോ വന്നില്ല. ദേശീയപാതയിലെ സിഗ്നലുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഇപ്പോൾ മേൽപ്പാലമോ അടിപ്പാതയോ വരുന്നത്. പുതുക്കാട് അടിപ്പാതയല്ല, മേൽപ്പാലം തന്നെ വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു. പാലിയേക്കര കൊടകര മാതൃകയിൽ പില്ലർ ടൈപ്പ് ഫ്ലൈ ഓവറാണ് പുതുക്കാട് സെന്ററിൽ വരുന്നത്. ദേശീയപാതയ്ക്ക് കുറുകെ പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡിനെ കാഞ്ഞൂപ്പാടം റോഡുമായി ബന്ധിപ്പിക്കുന്ന അടിപ്പാതയും KSRTC സ്റ്റാൻഡിന് മുൻവശത്ത് നിന്ന് ആരംഭിച്ച് പോലീസ് സ്റ്റേഷന് സമീപം ഇറങ്ങുന്ന വിധമാണ് മേൽപ്പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. കാത്തിരുന്നെങ്കിലും പുതുക്കാടിന് മികച്ച മേൽപ്പാലം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് പുതുക്കാടുകാർ. പുതുക്കാട് സെന്ററിലെ ബേക്കറിയിൽ നിന്നും വാങ്ങിയ പരിപ്പുവടയിൽ തേരട്ട, അധികൃതർ കടയടപ്പിച്ചു. പുതുക്കാട് ബേക്കറിയിലെ പരിപ്പുവടയിൽ നിന്നും തേരട്ടയെ കിട്ടി. ഫുഡ് ആൻഡ് സേഫ്റ്റി ഹെൽത്ത് വിഭാഗം, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് കടയടപ്പിച്ചു. ജൂൺ 16 തിങ്കളാഴ്ച രാവിലെ പുതുക്കാട് കേരള ബാങ്കിലെ ഉദ്യോഗസ്ഥർ പുതുക്കാട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഈറ്റ്സ് ആൻഡ് ട്രീറ്റ്സ് എന്ന കടയിൽ നിന്നും വാങ്ങിയ പരിപ്പുവടയിൽ നിന്നാണ് തേരട്ടയെ കണ്ടെത്തിയത്. ഉടനെ തന്നെ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് പുതുക്കാട് സെന്ററിലെ തട്ടുകടകളിൽ ആരോഗ്യവകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ വൃത്തിഹീന സാഹചര്യമുള്ള 2 കടകൾ കൂടി അടയ്ക്കാൻ നിർദ്ദേശം നൽകി. 2 ദിവസത്തിനുള്ളിൽ മറ്റുള്ള തട്ടുകടകൾ വൃത്തിയാക്കിയ ശേഷം ആരോഗ്യവകുപ്പിനെ അറിയിക്കാനും ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കുന്ന ദേശീയ പാതയോരത്തെ തട്ടുകടകളിലാണ് പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയത്.
എല്ലാ തട്ടുകടകളിലും ഭക്ഷണം തുറന്നുവെച്ച നിലയിലായിരുന്നു. ഹെൽത്ത് കാർഡ് ഇല്ലാത്ത തൊഴിലാളികളാണ് ഭൂരിഭാഗം കടയിലുമുള്ളത്. അടുത്ത ദിവസം തന്നെ ഇവർക്ക് ഹെൽത്ത് കാർഡ് എടുക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ലേബൽ ഇല്ലാത്ത വറവ് പലഹാര പാക്കറ്റുകളും ഉദ്യോഗസ്ഥർ കണ്ടെത്തി. പുറത്തുനിന്ന് തട്ടുകടകളിലേക്ക് ഭക്ഷണം എത്തിക്കുന്നവരുടെ രേഖകൾ സൂക്ഷിക്കുന്നതിനും നിർദ്ദേശം നൽകി. ഇത്തരത്തിൽ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളാണ് കൂടുതലായി നൽകുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പുതുക്കാട് സെന്ററിലെ കടകളിൽ നിന്ന് വാങ്ങിയ ഭക്ഷണത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുഴുവിനെയും തേരട്ടയെയും കണ്ടെത്തിയതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പിന്റെ പരിശോധന. വഴിയാത്രക്കാരാണ് കൂടുതലായി പരാതിയുമായി എത്തുന്നത്. ദേശീയ പാതയോരത്തെ കടകളിൽ നിന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങുന്ന ദൂരസ്ഥലങ്ങളിലുള്ളവർക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടതായും പരാതി ഉയർന്നിരുന്നു. 2 ആഴ്ചയിലൊരിക്കൽ രാത്രി പരിശോധന കർശനമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. പുതുക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ രാജേഷ്, പഞ്ചായത്ത് തല ഹെൽത്ത് ഇൻസ്പെക്ടർ KG ഗീതുപ്രിയ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ റസാഖ്, നിമ്മി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ചാലക്കുടി നോർത്ത് ജംഗ്ഷനിലുള്ള ഊക്കൻ സ്പെയിൻ ഹാർഡ്വെയർ കടയിലുണ്ടായ തീപിടുത്തത്തിൽ കോടികളുടെ നഷ്ടം. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയണയ്ക്കാനായത്. രാവിലെ 8:30 തീപിടുത്തമുണ്ടായത്. പെയിന്റ് സൂക്ഷിച്ച ഭാഗത്ത് നിന്നാണ് തീ പടർന്നതെന്നാണ് വിവരം. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. 3 നില കെട്ടിടത്തിൽ പ്ലൈവുഡ്, കർട്ടൻ എന്നിവയുമായി ബന്ധപ്പെട്ട് കടകളുമുണ്ട്. അഗ്നിശമന സേനയും മറ്റും സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചു. കടയുടെ തൊട്ടടുത്തുള്ള ഗ്യാസ് ഗോഡൌണിൽ നിന്നും ഗ്യാസ് നീക്കുകയാണ്. ജില്ലകളിലെ കൂടുതൽ അഗ്നിശമന സേനകളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകളെത്താൻ ചാലക്കുടിയിൽ നിന്ന് അടിയന്തര സന്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ, പുതുക്കാട്, മാള, ചാലക്കുടി, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ട്. കോളിളക്കം സൃഷ്ടിച്ച ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുംബൈയിൽ പിടിയിലായ യുവതിയെ നാട്ടിലെത്തിച്ചു. ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയായ ലിവിയ ജോസിനെയാണ് ഇന്ന് പുലർച്ചെ കൊടുങ്ങല്ലൂരിലെത്തിച്ച് ചോദ്യം ചെയ്യുന്നത്. പ്രത്യേക അന്വേഷണ സംഘ തലവനായ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജുവിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് മുംബൈയിൽ വിമാനം ഇറങ്ങിയപ്പോഴാണ് ലിവിയ ജോസ് പിടിയിലാകുന്നത്. തുടർന്ന് ഇന്ന് പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച ശേഷം കൊടുങ്ങല്ലൂരിൽ എത്തിക്കുകയായിരുന്നു. നിലവിൽ ലിവിയയെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഷീല സണ്ണിയെ ലഹരി കേസിൽ കൊടുക്കാനുള്ള കാരണം മറ്റാരെങ്കിലും ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിയും. ബംഗളൂരുവിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരിയായിരുന്നു ലിവിയ. വ്യാജ ലഹരി കേസിൽ പോലീസ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചതിനെ തുടർന്ന് ലിവിയ ദുബായിലേക്ക് കടക്കുകയായിരുന്നു. ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ വ്യാജ LSD സ്റ്റാമ്പ് വച്ചത് ലിവിയ ജോസ് ആണെന്ന് കേസിൽ അറസ്റ്റിലായ 1-ാം പ്രതി നാരായണദാസ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് ലിവിയയെ പ്രതി ചേർത്തത്. നാരായണദാസും ലിവിയയും സുഹൃത്തുക്കളായിരുന്നു. പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും ലിവിയയുടെ പേരുണ്ട്. ഇതിനിടെയാണ് ലിവിയ ദുബായിലേക്ക് കടന്നത്. 2023 ഫെബ്രുവരി 27-നാണ് ലഹരിമരുന്ന് കൈവശം വച്ചതിന് ഷീല സണ്ണിയെ എക്സൈസ് സംഘം പിടികൂടിയത്. ഫോൺ കോളിലൂടെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. എന്നാൽ വ്യാജ LSD സ്റ്റാമ്പുകളാണ് പിടികൂടിയതെന്ന് പിന്നീട് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞു. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ 72 ദിവസമാണ് ഷീല സണ്ണി ജയിലിൽ കഴിഞ്ഞത്. നന്ദിക്കരയിൽ ദേശീയപാതയോരത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളിലേക്ക് നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞുകയറി അപകടത്തിൽ നിരവധി വാഹനങ്ങൾ തകർന്നു. 10ഓളം ഇരുചക്ര വാഹനങ്ങളിലേക്കും ടിപ്പർ ലോറിയിലേക്കുമാണ് ലോറി ഇടിച്ചു കയറിയത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം.
തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ലോറി നിയന്ത്രണം വിട്ട് പാതയോരത്ത് നിർത്തിയിട്ട വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ദൂരസ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവർ പാർക്ക് ചെയ്ത വാഹനങ്ങളാണ് തകർന്നത്. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.